ിൽ കൺമുന്നിൽ നിന്നും കാണാമറയത്തേക്ക് മറഞ്ഞ സഹോദരൻ ഷിനാനെ രക്ഷപ്പെടുത്താനാവാതെ പോയതിന്റെ വിഷമത്തിലാണ് സുഹൈലും ഇസ്ഹാക്കും. പിതാവ് ഉൾപ്പെടെ കുടുംബത്തിലെ 5 പേരെയാണ് ഇവർക്ക് നഷ്ടപ്പെട്ടത്. രക്ഷപ്പെട്ടെത്തിയ പിതാവിന്റെ സഹോദരൻ ഷംസുദ്ദീനൊപ്പം കോഴിക്കോട്ട് ബന്ധുവീട്ടിലാണ് ഇരുവരും ഇപ്പോഴുള്ളത്. ദുരന്ത സമയത്തെ വേദനിപ്പിക്കുന്ന സംഭവം ഓർത്തെടുക്കുകയാണ് കുടുംബം. വയനാട് മുണ്ടക്കയിൽ നിന്നും രക്ഷപ്പെട്ടെത്തിയ ഷംസുദ്ദീന്റെ സഹോദരന്റെ മക്കളും കുടുംബവുമാണ് ഇവിടെ ഉള്ളത്. ഇവരുടെ വീടും സമ്പാദ്യവും എല്ലാം നഷ്ടമായി. 1:30-2 മണി സമയത്ത് പെട്ടെന്ന് ഞാൻ ഉറങ്ങിയിരുന്നു. വൈഫ് ഉണ്ടായിരുന്നു അടുത്ത്. വൈഫ് ഉറങ്ങിയിട്ടുണ്ടായില്ല. പെട്ടെന്ന് ചളിയും മണ്ണും കല്ലും അവിടെ വന്നിട്ട് റൂമിലേക്ക് അടിച്ച് കയറി. അപ്പോൾ പെട്ടെന്ന് ഉണർന്ന് എങ്ങനെയൊക്കെ പിടിച്ച് നിന്ന് രണ്ടാളും പാടെ എണീറ്റ് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഒരു വഴി കണ്ടെത്തി. അങ്ങനെ അവളെ ഇറക്കി വിട്ടതിന്റെ ശേഷം ഞാൻ റൂമിലേക്ക് തന്നെ തിരിച്ചു വന്നിട്ട് വേറെ ആരെങ്കിലും റൂമിൽ പെട്ടിക്കണോ നോക്കിയപ്പോൾ ഉമ്മാന്റെ അനിയത്തി ഉണ്ടായിരുന്നു വീട്ടില്, മോനും ഉണ്ടായിരുന്നു. അവരെയും രക്ഷപ്പെടുത്തി. അത് കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയനെ കണ്ടു. ഇവനെയും വേറൊരുത്തനും. അതിൽ മറ്റേ അനിയൻ മരിച്ചു. പാപ്പാനെയും വല്യപ്പയും പിന്നെ അതേപോലെ തന്നെ 2 വല്യപ്പന്മാരുണ്ടായിരുന്നു. ഉപ്പാന്റെ ഉപ്പയും ഉമ്മാന്റെ ഉപ്പയും. അതേപോലെ തന്നെ ഉമ്മാന്റെ അനിയത്തിന്റെ ചെറിയ മോനുണ്ട്. ചെറിയ മോനും മരണപ്പെട്ട്. അതിൽ എൻ്റെ ഉപ്പാനെ മാത്രം കിട്ടിയിട്ടില്ല. കാലിന്റെ ഇടയിൽ ഒരു കൈ ഇങ്ങനെ തടയുന്നുണ്ടായിരുന്നു. പക്ഷെ അതാരാണെന്ന് അറിയില്ലായിരുന്നു. പാപ്പി എല്ലാരും നമ്മള് ഒരു റൂമിൽ തന്നെ 2 കട്ടിലിട്ടിരിക്കുന്നു. ആ 2 കട്ടിലെ കിടക്കൽ ഞാനും കാക്കിയും അപ്പുറത്തെ കട്ടിലും വല്യപ്പയും ഉമ്മച്ചിന്റെ അനിയത്തിന്റെ മോനും കട്ടിലുണ്ടായത്. പക്ഷെ നമ്മള് എല്ലാം കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഉണ്ടായത് ഒരു 4 സെക്കൻഡോളം ഇത് ആകെ ഉണ്ടായിട്ടുള്ളൂ എൻ്റെ ഒരു ഓർമ്മയിലുള്ളൊരു ഇത്. പിന്നെ നോക്കുമ്പോ ഒന്നും കാണാനില്ല. ഫുള്ള് പൊട്ടി, വീടൊക്കെ പൊട്ടി, ഭീമ് വന്ന് തലന്റെ നേരെ നിൽക്കുന്നു. പിന്നെ നമ്മളത് അതേമാതിരിക്കത്തെ ജനവാല് വന്ന് അടിച്ചുകൊണ്ട് കാക്കാന്റെ കൈത്തിന്റെ അവിടെ അങ്ങനെ കുടുങ്ങിപ്പോയി. പക്ഷെ നമുക്ക് വർത്താനം പറയാനൊക്കെ പറ്റുന്നുണ്ടായിരുന്നു. അപ്പൊ ഒരു 5-10 ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ പറ്റുമായിരുന്നു. ഞാൻ കുറെ എൻ്റെ ഒരു റിസ്ക് എടുത്തിട്ട് ഞാൻ ഒറ്റക്ക് കുറെ വലിച്ചു നോക്കി. അപ്പോൾ വലിക്കുമ്പോൾ അവനക്ക് ഇത് നമ്മൾ കയറി നിൽക്കുമ്പോൾ അവന്റെ കഴുത്ത് ഒന്നുകൂടി ടൈറ്റ് ആവുക. അപ്പോൾ അവനക്ക് വേദന ആയിട്ട് അവൻ കയറണ്ടെന്ന് പറഞ്ഞു, അതിമ്മ കയറി നിൽക്കണ്ടെന്ന് പറഞ്ഞു. എന്നാലും അവന്റെ മുടി പിടിച്ചിട്ട് ഞാൻ കുറെ വലിച്ചു നോക്കി. പക്ഷെ കിട്ടുന്നില്ല. അവന് ആക്കി പോകാൻ നേരത്തെ അവനത്തെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് ഉപ്പാനെ നോക്കണം, ഉമ്മാനെ നോക്കണം, എല്ലാരും നോക്കണം എന്ന് പറഞ്ഞിട്ട് പോയി. അപ്പോൾ എൻ്റെ മോൻ വിളിക്കുകയാണ്, മരിച്ചു പോയ മോൻ. അമ്മായിയെ രക്ഷപ്പെട്ടോ. ഞാൻ വിചാരിച്ചു എൻ്റെ മക്കളുടെ ബാക്കിലുണ്ട്. പക്ഷെ എൻ്റെ മോൻ അതുവരെ കിട്ടിയില്ല. പിന്നെ ഇവര് വന്ന് പറഞ്ഞത് ഇവര് രക്ഷപ്പെട്ടെങ്കിലും ഇവരുടെ ഉറ്റവരും ഉടയവരും എല്ലാം നഷ്ടപ്പെട്ടൊരു അവസ്ഥ തന്നെയാണ്. സുഹൈലിന്റെ ഉമ്മ ഇപ്പോൾ വയനാട് വിംസ് ആശുപത്രിയിൽ ചികിത്സയിലും കൂടിയാണ്. ജിജോയ്ക്കൊപ്പം ആതിഫ് മുഹമ്മദ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്.